ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി അതിലെ 45-ാമത്തെ ചാപ്റ്ററാണ് ഇൻഷാ അല്ലാഹ്. ഭാഗമാണ്, വീഡിയോ ആണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണി തന്നെ കാണാം, തന്നെ കണ്ടുകൊണ്ട് തന്നെ ചർച്ചയിലേക്ക് വരാം. അൻവാഉൻ നജാസാത്ത്, നജസിന്റെ ഇനങ്ങൾ. അൻ നജാസത്തു മിനൽ ജമാദി, ജമാദിൽ നിന്നുള്ള ഇനങ്ങൾ. ജമാദ് എന്ന് പറഞ്ഞാൽ അചേതന വസ്തുക്കൾ, ജീവികളല്ലാത്തത്. കുല്ലു മുസ്കിരിൻ, അതിൽ ഒന്നെന്താണ്? കുല്ലു മുസ്കിരിൻ മാഇഇൻ, നീരായ മസ്തുണ്ടാക്കുന്ന ദ്രാവകങ്ങൾ. മാഇഇ എന്ന് പറഞ്ഞാൽ ദ്രാവകം. അപ്പോ മസ്തുണ്ടാക്കുന്ന ദ്രാവകങ്ങളെല്ലാം നജസാണ്. കഹംദിൻ, കള്ള്. ഖംർ എന്ന് പറഞ്ഞാൽ വഹിയാൽ മുത്തഖദത്തു മിനൽ ഐനബ്, മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നതിനാണ് ഖംർ എന്ന് പറയുന്നത്. അപ്പൊ നബീദിൻ, നബീദ് എന്ന് പറയുന്നത് വഹുമിൻ വൈരിഹി, മുന്തിരി അല്ലാത്ത സംഗതികളിൽ നിന്നുണ്ടാക്കുന്ന കള്ളിന് നബീദ് എന്നാണ് പറയുക. വലോ ഖത്രത്തൻ, അതൊരു തുള്ളിയാണെങ്കിലും നജസ് തന്നെയാണ്. അമൽ മുസ്കിറുൽ ജാമിദു, ആ സമയത്ത് മറ്റൊരു ചോദ്യം അവിടെ വരും. എന്താണ്? മസ്തുണ്ടാക്കുന്ന ദ്രാവകമല്ലാത്തത്, കരവസ്തുക്കൾ, കരപദാർത്ഥങ്ങൾ, ഉറച്ച സാധനങ്ങൾ. അമൽ മുസ്കിറുൽ ജാമിദു കൽ ബഞ്ചി, ബഞ്ച്. ബഞ്ച് എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യക്ക് കൊടുക്കുന്ന സാധനമാണ് ബഞ്ച്. അൽബഞ്ച്, അനസ്തേഷ്യക്കൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് അൽബഞ്ച്. വൽ അഫ്യൂൻ, ബഞ്ചിന്റെ ഒരു ഇത് കാണിക്കാം ആണ്. ഇതാണ് ബഞ്ച്, അതിന്റെ അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന, ഇതിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഇതാണ് അഫ്യൂൻ. കഞ്ചാവ് ഇതാണ്. ഇപ്പോ ബഞ്ച്, അഫ്യൂൻ, ഹശീഷ് ഇതൊക്കെ കരവസ്തുക്കളാണ്. ഇത് മസ്തുണ്ടാക്കും, അനസ്തേഷ്യ പോലെ സംഗതികൾക്കൊക്കെ ഇത് ഉപയോഗിക്കും. പക്ഷെ ഇത് ത്വാഹിറുൻ, ഇത് നജസാണോ ശുദ്ധിയുള്ളതാണോ? ശുദ്ധിയുള്ളതാണ്. ലാക്കിൻ യഹ്റുമു തനാവുലുൽ ഖദ്രിൽ മുസ്കിരി മിൻഹു, മസ്തുണ്ടാക്കുന്ന അളവിൽ അത് ഉപയോഗിക്കുന്നത് ഹറാമാണ്. അപ്പൊ മസ്തുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ മൂല്യം ബുദ്ധിയാണല്ലോ. അപ്പൊ ആ ബുദ്ധി പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ നശിപ്പിക്കുന്ന അത്തരം സംഗതികൾ ഉപയോഗിക്കൽ ഹറാമാണ്. പക്ഷെ നജസാണോ ശുദ്ധിയുള്ളതാണോ എന്ന വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് നജാസത്തു മിനൽ ഹയവാൻ, ജീവികളിൽ നിന്നുള്ള നജാസത്ത്. അതില് ഒന്ന് കൽബ്, ഖിൻസീർ, നായ, പന്നി. നായ, പന്നി ഇത് പിന്നെ നമ്മൾ കാണിക്കേണ്ടതില്ല, എല്ലാവർക്കും വ്യാപകമായി അറിയാവുന്നതാണ്. വഫീ ഹുക്മിഹിമാ ഫറഉ കുല്ലി മിൻഹുമാ, നായയുടെ അതേപോലെ നജസ് തന്നെയാണ്, അതിന്റെ വിധിയിൽ തന്നെയാണ് ഫറഉ കുല്ലി മിൻഹുമാ, അതിൽ ഓരോന്നിന്റെയും ഫറഅ് അഥവാ അതിൽ നിന്നുണ്ടായിത്തീരുന്ന ജീവികൾ. നായയിൽ നിന്നുണ്ടായിത്തീരുന്ന നായക്കുട്ടിയോ അല്ലാത്ത ജീവിയോ, പന്നിയിൽ നിന്ന് മറ്റൊരു ജന്മം ഉണ്ടായാൽ അതും നജസാണ്. ഫലോ നസ കൽബുൻ, അവിടെ ഒരു ചർച്ചയുണ്ട്. എന്താണ് ഫലോ നസ കൽബുൻ? ഒരു നായ ഇണകയറി, ഔ ഖിൻസീറുൻ, അല്ലെങ്കിൽ ഒരു പന്നി ഇണകയറി, അല്ല ആദമീയത്തിൽ, ഒരു മനുഷ്യ പെണ്ണുമായിട്ട്.
ഫവലദത്ത് ആദമിയൻ, എന്നിട്ട് ഒരു മനുഷ്യന് ജന്മം നൽകി. എന്നാൽ ഫഹുവ നജിസുൻ, അത് നജസ്സായിട്ട് തന്നെയാണ് വരിക. പക്ഷെ ലാക്കിന്നഹു മഅഫൂനൻ, വിട്ടുവീഴ്ചയുണ്ടാകും. മുക്കല്ലഫും ബിസ്വലാത്തി വഗൈരിഹ, അത് മുസ്ലിം ആണെങ്കിൽ അവർക്ക് നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങൾ തക്ലീഫുകളൊക്കെ ഉണ്ട്. വയജൂസു ഇമാമത്തുഹു, അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? അവർ പിന്നീട് പഠിച്ചു വലുതായാൽ പറ്റും. വമമാസത്തുഹു, അവരെ തൊടാൻ പറ്റുമോ? പറ്റും. വദുഖൂലുഹു അൽ മസ്ജിദ, അവർക്ക് പള്ളിയിൽ കിടക്കാൻ പറ്റുമോ? കടക്കും, പള്ളിയിൽ വരാം. വലവും മഅ റുതൂബത്തി, ഇനി വദുവൊക്കെ എടുത്ത നനവുണ്ടായാൽ പോലും പള്ളിയിൽ വരാം. അതിൽ എതിരഭിപ്രായം ഉള്ളതാണ് ആ നമ്പർ കൊടുത്തത്. അതിന്റെ താഴതിന്റെ ആ താലിഖാത്തിൽ അത് പറയുന്നുണ്ട്. നജാസത്തു മിനൽ ഫളലാത്ത്, അവശിഷ്ടങ്ങളിൽ നിന്ന് നജസ് വരുന്നത്. 3 അൽ മൈത്തത്തു, ശവം. പക്ഷെ അത് ഏതിൻ്റെതാണ്? ഡെഡ് ബോഡി. ലിവൈരി ബശരിൻ, മനുഷ്യന്റേതല്ലാത്ത. വസമക്കിൻ, മനുഷ്യൻ്റെത് നജസ്സാവില്ല. വസമക്കിൻ, മത്സ്യം, അത് നജസ്സല്ല. വജറാദിൻ, വെട്ടുകിളി, അത് ജീവൻ പോയാൽ അത് നജസ്സല്ല. വസ്വൈദിൻ, വേട്ടയാടപ്പെട്ട മൃഗം, വേട്ടയാടപ്പെട്ട ജീവി. ലം തുദ്റക്ക് ദക്കാത്തുഹു, അറക്കാൻ കിട്ടാത്ത. ദക്കാത്ത് അറക്കാൻ കിട്ടാത്ത. വജനീനി മുതക്കാത്തിൻ, അറക്കപ്പെട്ട ജീവിയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശു. മാത്തബി ദക്കാത്തിഹ, അത് ജീവൻ പോയത് ഈ അതിന്റെ തള്ളയെ അറക്കൽ കൊണ്ടാണ് ജീവൻ പോയത്, അതും നജസല്ല. ഇത് മൈത്തത്താണ്, പക്ഷെ നജസല്ല. ഫൽ മൈത്തത്തു നജസുൻ, മൈത്തത്ത് ഡെഡ് ബോഡി അത് നജസാണ്. വൈൻകാനത്ത് മിമ്മാ ലാ നഫ്സ ലഹാ സായിലത്തുൻ, ഒലിക്കുന്ന രക്തമില്ലാത്തതാണെങ്കിലും നജസാണ്. മിമ്മാ, ഒന്നിൽ നിന്ന്, ലാ നഫ്സ ലഹ, അതിന് രക്തം ഇല്ല, സായിലത്തുൻ, ഒലിക്കുന്ന രക്തം ഇല്ലാത്തതാണെങ്കിലും നജസാൻ. കദുബാബിൻ, ഈച്ച പോലെ. ഈച്ചക്ക് ഒലിക്കുന്ന രക്തം കാണില്ല, പക്ഷെ അത് നജസല്ല എന്ന അഭിപ്രായം ഉള്ള ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്, ഖഫാൽ ഇമാമ് തുടങ്ങിയിട്ടുള്ളവർ. വക്കദാ ശഅറുഹ, അതിന്റെ മുടിയും. വഅദുമുഹ, എല്ലും. കർണുഹ, കൊമ്പും. വൈലം യകുൻ അലൈഹ ദസമുൻ, അതിന്റെ മുകളിൽ കൊഴുപ്പൊന്നും ഇല്ലെങ്കിലും നജസ് തന്നെയാണ്. 4-മത്തത് ഫളലാത്ത്, അവശിഷ്ടം. അർറൗതു വൽ ബൗലു, കാഷ്ടവും മൂത്രവും. വലൗ മിൻ മഅ്കൂലിൻ, അത് തിന്നപ്പെടുന്ന ജീവിയുടേതാണെങ്കിലും നജസാണ്. തിന്നപ്പെടുന്ന ജീവിയുടേത് നജസല്ല എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. വലൗ റാസത്ത്, അപ്പൊ ഈ ചർച്ച വന്നാൽ വലൗ റാസത്ത്, കാഷ്ടിച്ചാൽ. ഔഖാഅത്ത്, അല്ലെങ്കിൽ ഛർദിച്ചാൽ. ബഹീമത്തുൻ, ഒരു ജീവി. ബഹീമത്തുൻ, ഒരു നാൽക്കാലി. ഹബ്ബൻ, ഒരു ധാന്യം. ഫൈൻകാന സ്വൽബൻ, അങ്ങനെ അത് ഛർദിക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്തു ഒരു ധാന്യത്ത്. ആ ധാന്യം ഉറച്ചതാണെങ്കിൽ, സ്വൽബൻ, ഉറച്ചതാണെങ്കിൽ ഫമുത്തനജിസുൻ, അതിന് മുത്തനജിസ് എന്നാ പറയാ, നജസായത്. അത് കഴുകിയ ശുദ്ധിയുള്ളതാകും. വൈല, അത് ഉറച്ചതല്ല, അത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ കോലം മാറിയിട്ടുണ്ട്, അത് ചവഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫനജിസുൻ, അത് നജസാണ്. വഗൈറുൽ ഹബ്ബി, ഇനി ധാന്യമല്ലാത്ത സംഗതിയും. ഇൻ തഗയ്യറ, അത് പകർച്ചയായിട്ടുണ്ടെങ്കിൽ. വലോ യസീറൻ, അത് കുറച്ചാണെങ്കിലും പകർച്ചയായിട്ടുണ്ട്. ഫനജിസുൻ, നജസ് തന്നെയാണ്. വൈല, പാർശ്വമായിട്ടില്ലെങ്കിൽ ഫമുത്തനജിസുൻ, മുത്തനജിസാണ്, അഥവാ നജസായ വസ്തുവാണ്, അത് കഴുകിയാൽ ശുദ്ധിയാകും. ഇനി വൽ അംബറു, അംബർ ലൈസ ബി നജസിൻ, അത് നജസല്ല. ബൽ ഹുവ നബാത്തുൻ ഫിൽ ബഹരി, അത് കടലിൽ ഉള്ള ഒരു ചെടിയാണ്. അതിനെക്കുറിച്ച് ഉള്ള ചർച്ച കാണാം. വഹാസുലു മാ വജദ്നാഹു ഫീ മഅനൽ അംബരി, അംബറുമായി ബന്ധപ്പെട്ട ആശയത്തിൽ നമുക്ക് ലഭിച്ച വിവരം. ഫിൽ മആജിമി വൽ മൗസൂആതി വദവാഇറിൽ മആരിഫി, വൈജ്ഞാനികമായ ഇടങ്ങളും അതുപോലെ ഈ സിസ്റ്റങ്ങളും പിന്നെ ഡിക്ഷണറികളും ഒക്കെ തെരഞ്ഞിട്ട് നമുക്ക് മനസ്സിലായത് അന്നഹു യുത്ലഖു അലാ ശൈഇനി, 2 കാര്യത്തിന് അംബർ, 2 വസ്തുക്കൾക്ക് അംബർ എന്ന് പറയും. അല്ലവ്വലു മാത്തത്തു സുഫറാഉ തഹ്സുലു മിൻ ബഹ്റിൽ ബൽത്വീഖ്, ബാൽറ്റിക് സീകളിൽ നിന്ന്, കടലുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു മഞ്ഞ വസ്തുവാണത്. അത് അസുലുഹാമിൻ മെസജറാത്തിൻ ഖദീമത്തിൽ ലാഹിദി, പണ്ടേ അറിയപ്പെടുന്ന ഒരു ചെടിയാണത്. തുസ്തഖ്ദമുലിൽ ഹലീ വദ്ദവാഇ, അത് പലതിനും ഉപയോഗിക്കാം. പിന്നെ ആഭരണങ്ങളിലും അതുപോലെ മരുന്നിനും ഒക്കെ ഉപയോഗിക്കാം. വൈദാ ലഗത്ത അലൈഹ യഫൂഹു മിൻഹ ത്വയ്ബ്, ഒന്ന് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും? സുഗന്ധം വരും. വസ്താനി, 2-മത്തെ മാദ്ദത്തുൻ ശംഇയ്യത്തുൻ
അതുരിയത്തുൻ സുഗന്ധമുള്ള ഒരു മെഴുകാണ്. തഹ്സുൽ മിൻ ഹൂത്തിൻ യുസമ്മ ബിൽ അംബർ, അംബർ എന്ന് പറയപ്പെടുന്ന ഒരു മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന സ്പേം വൈൽ, ഒരു തിമിംഗലാണ്. ഈ തിമിംഗലത്തിന്റെ രൂപം ഇതാണത്. തിമിംഗലം, ഈ തിമിംഗലത്തിൽ നിന്നാണ് അത് കിട്ടുന്നത്. ഈ തിമിംഗലാണത്. ഇതിനെപ്പറ്റി പറയുന്നത് അതിന്റെ 1/3 അതിന്റെ തല തന്നെ വലുപ്പം ഉണ്ടാകും. 16 മീറ്റർ മുതൽ 20 മീറ്റർ വരെ വലുതാകുന്ന ഒരു തിമിംഗലാണത്. ആ തിമിംഗലത്തിൻ്റെതാണ് അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഒരു അതിൽ നിന്നുള്ളതാണ് ഈ അംബർ എന്നതാണ് മറ്റൊരു അഭിപ്രായം. വയ്യൽ മാദ്ദത്തുൽ ലയ്യിനത്തു സൗദ, ഒരു കറുത്ത സോഫ്റ്റ് ആണത്. അല്ലത്തി തൂജദു ഫീ റഅസിഹി, അതിന്റെ തലയിലുണ്ടാകും. ബത്നിഹി, വയറ്റിലുണ്ടാകും. തതസല്ലബു വതസീറു ഫീ ലൗനി റമാദി, അത് ഉറച്ച് ഒരു വെണ്ണീരിന്റെ കോലത്തിലാകും. ഇദാ അസ്വാബഹ ശംസു വൽ ഹവാഉ ഫതസീറു ത്വീബൻ ഫാഇഹൻ, അത് ചൂടേറ്റാൽ അല്ലെങ്കിൽ കാറ്റടിച്ചാൽ പെട്ടെന്ന് അത് സുഗന്ധമുള്ളതായി തീരും. തുസ്തഖ്ദഉ ദമാഅൻ കമാ തുസ്തഖ്ദു തയ്യിബൻ, സുഗന്ധം പോലെ തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാണ് അതിനെ കുറിച്ച് പറയപ്പെടുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 3 കാര്യങ്ങളും കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം. അൽ മദിയു വൽ വദിയു, മദി വദി. മദി എന്ന് പറഞ്ഞാൽ മാഉൻ റഖീഖുൻ, ദ്രാവകമാണ്, നേരിയ ദ്രാവകമാണ്. അബിയദു, വെളുത്തതാണ്. ഔ അസ്ഫറു, ചിലപ്പോ അല്ലെങ്കിൽ മഞ്ഞ. യഖ്റുജു ഗാലിബൻ, അത് മിക്കവാറും പുറപ്പെടുന്നത് ശഹവത്തിൻ, വികാരം ഉണ്ടാകുമ്പോൾ. ഒരു കവിയത്തിൻ, ശക്തമല്ലാത്ത വികാരം ഉണ്ടാകും. വികാരം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഒരു നേരിയ ദ്രാവകമാണ് മനുഷ്യന്റെ ലൈംഗിക അവയവത്തിൽ നിന്ന്. വൽ വദിയു, വദി എന്ന് പറയുന്ന മാഉൻ കദീറുൻ, അത് ഒരു കലർപ്പുള്ള ദ്രാവകമാണ്. സഹീറുൻ, കുറച്ച് ഉറപ്പുള്ളതാണ്. അബിയദു, അത് വെളുത്തതാണ്. യഖ്റുജു ഗാലിബൻ, അത് മിക്കവാറും പുറപ്പെടുക അഖിബൽ ബൗലി, മൂത്രൊഴിച്ചതിന് ശേഷം. ഔ ഇൻദ ഹംലി ഷൈഇൻ സഖീലിൻ, അല്ലെങ്കിൽ ഭാരമുള്ള വല്ലതും എടുത്താൽ. ഇൻദ ഹംലി ഷൈഇൻ സഖീൽ, ഭാരമുള്ള വല്ലതും ചുമന്നാൽ ആ സമയത്ത് പുറപ്പെടുന്നതാണ്. ഇത് നജസാണ്. 6 അദ്ദമു, രക്തം. വൽ ഖൈഹു, ഛർദി, ചലം. വൽ ഖൈഹു, ചലം. വസ്സുദീദു, രക്തത്തോട് ചേർന്ന ചലം. ഉസ്തുസ്നിയ മിനദ്ദമി, രക്തത്തിൽപ്പെട്ടതല്ല, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അൽ കബിദു വത്വിഹാലു, കരളും പ്ലീഹയും. കരള്, പ്ലീഹ. ഇതാണ് കബിദ്, ത്വിഹാല്. കബിദ് കരള്, ത്വിഹാല് ഈ ഭാഗത്തുള്ള സ്പ്ലീന് എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പോ അത് രണ്ടും നജസല്ല. പക്ഷെ അത് രക്തത്തിൽ നിന്ന് രക്താണ് അതിന്റെ രൂപപ്പെടുന്നത് എന്നൊരു ചർച്ച ഉള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം. വൽ മിസ്കുസ്, കസ്തൂരി, അതും നജസല്ല. വൽ അലഖത്തു വൽ മുദഗത്തു, രക്തപിണ്ഡം, മാംസപിണ്ഡം, ഇത് നജസല്ല. പക്ഷെ ഇത് ശുദ്ധിയുള്ള ജീവിയുടേതാണെങ്കിൽ, രജസായ ജീവിയുടേതാണ്, ഇത് നജസാണ്. വലബനുൻ, പാല് നജസല്ല. ബിലൗനി ദമിൻ, രക്തത്തിന്റെ കളറുള്ള പാല് നജസല്ല. ദമു ബൈളത്തിൻ, മുട്ടയിലുള്ള ചുവപ്പ്, അത് നജസല്ല. ലം തഫ്സുദ്, നശിച്ചു പോയിട്ടില്ലാത്ത കേടായ മുട്ട, ഇതൊക്കെ നജസാണ്. ഫഇന്നഹാ ത്വാഹിറത്തുൻ, ഇതൊക്കെ ശുദ്ധിയുള്ളതാണ്. 7 ഖൈഉ മൈദത്തിൻ, ആമാശയത്തിൽ നിന്ന് വരുന്ന ഛർദി. ജറത്തു ബഹീമത്തിൻ, 4 മൃഗങ്ങളുടെ തേട്ടി അരക്കുക എന്നൊക്കെ പറയും. അത് ഭക്ഷണം കഴിച്ച് കുറെ കിടന്നിട്ട് കിടക്കും, അങ്ങനെ വയറ്റിലുള്ളത് തിരിച്ചെടുത്തിട്ട് അരക്കും. അതാണ് ജറത്തു ബഹീമത്ത്. 8 അൽ മിറത്തു വസുമ്മുൽ ഹവാമി കൽ ഹയ്യത്തി വൽ അഖ്റബി, മിറത്ത് കയ്പ്, സുമ്മുൽ ഹവാം ഇഴജന്തുക്കളുടെ വിഷം, ഇതൊക്കെ നജസാണ്. കൽ ഹയ്യത്തി, പാമ്പിന്റേത്, വൽ അഖ്റബി, തേളിന്റേത്, ഇതൊക്കെ നജസാണ്. അപ്പോ ഇത്രയും ആണ് നജസായിട്ട് പരിഗണിക്കപ്പെടുന്നത്.
അപ്പൊ ഇൻഷാ അല്ലാഹ് നജസ്സുകളെ കുറിച്ച് അതിന്റെ ഇനങ്ങൾ നമ്മൾ വിശാലമായി ചർച്ച ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്യാം. ഓൺലൈനായിട്ട് നമ്മുടെ ദർസിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓൺലൈൻ ജോയിൻ ചെയ്താൽ സംശയങ്ങൾ ദൂരീകരിക്കാനും മറ്റുമൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസ് ഈടാക്കും. അത് ഭാരമല്ലാത്ത ഫീസുകളായിരിക്കും. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സൗകര്യമുള്ളവർക്ക് സർവീസുകളൊക്കെ ലഭിക്കും. നമ്മുടെ മെന്റേഴ്സിന്റെ സർവീസുകൾ, അവരുടെ ഹെൽപ്പുകളൊക്കെ ലഭിക്കും. ഇൻഷാ അല്ലാഹ് മതപഠനം അതൊരു ഏതു പഠനവും വലിയൊരു പുണ്യമുള്ളതാണ്. പ്രത്യേകിച്ച് മതപഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരാധനകളും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്യാൻ നമുക്ക് സഹായകമാകുന്നതാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിനും ആത്മീയതക്കും എല്ലാറ്റിനും സഹായകമാകുന്നതാണ് പഠനം. പഠനം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ വഴിയാണ്. അള്ളാഹു നമുക്ക് ആ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.